എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ എല്ലാവരും സുഖവും സേഫുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കോഫ്തയാണ്. ചെമ്മീൻ കോഫ്ത കറിയായിട്ടും വെക്കും, അല്ലാതെ ജസ്റ്റ് ഫ്രൈ ചെയ്ത് മാത്രം എടുക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ചെമ്മീൻ കോഫ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 200 ഗ്രാമോളം വലിയ ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ ചെമ്മീനാണെങ്കിൽ നമുക്ക് കോഫ്ത ഉണ്ടാക്കാൻ നല്ലതാണ്. പിന്നെ അടുത്തത് വളരെ കുറവ് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ജീരകപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില, പച്ചമുളക്, ഇതൊക്കെയാണ് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ നമുക്ക് ചെമ്മീനും കുരുമുളകും ജീരകവും പച്ചമുളകും ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാക്കി അതിൻ്റെ കൂടെ അതും ചേർക്കാം. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് ചെമ്മീനൊന്ന് ഒതുക്കിയെടുക്കേണ്ടതുണ്ട് മിക്സിയിലിട്ട്. ഇത് വലിയ ചെമ്മീനാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ചെമ്മീനെല്ലാം കൂടി മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുരുമുളകും പെരിഞ്ചീരകവും 1 തണ്ട് കരിവേപ്പിലയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് അരച്ച് പേസ്റ്റ് ആക്കരുത്, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാനേ പാടുള്ളൂ. ചെറിയ ചെമ്മീനാണെങ്കിൽ നമ്മളിങ്ങനെ ഒതുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് അമ്മിയോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് കൈവച്ച് തന്നെ നമുക്കൊന്ന് ശരിക്ക് ഞെരടി പിഴിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്ത ശേഷം, ഒരുപാട് അരച്ച് കളഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റിന് വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കൊരു പാൻ എടുക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവട്ടെ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായ ശേഷം തീ കുറച്ച് വയ്ക്കണം. ചെറു തീയിലാണ് എപ്പോഴും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. തീ കുറച്ച് വെച്ച ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ് ഓരോന്നെടുക്കുക. ഉരുളകളായിട്ടെടുത്ത് ഒരു ഷേപ്പ് വരുത്തിയ ശേഷം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. ഉരുളകളാക്കി എടുത്തിട്ട് ജസ്റ്റ് നടുവിലൊന്ന് അമർത്തി കൊടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇത് മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെയുള്ളൊരു ഐറ്റമാണ്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇൻഗ്രീഡിയൻസും വളരെ കുറവാണ് ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചാറുകറികളുണ്ടെങ്കിൽ മീൻ വറുത്തതൊക്കെ എടുക്കാറുണ്ടല്ലോ. സാമ്പാർ, തേങ്ങാക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ മീൻ വറുത്തത് എടുക്കുന്നത് പോലെ തന്നെ ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ കോഫ്ത ഉണ്ടാക്കി നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഈ കോഫ്ത ഉണ്ടാക്കിയ ശേഷം ഇത് റോസ്റ്റ് ചെയ്തും എടുക്കാറുണ്ട്. സവാളയൊക്കെ ഇട്ടിട്ട് സാധാരണ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുമല്ലോ, അതുപോലെ റോസ്റ്റും ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാനിവിടെ കോഫ്ത മാത്രമാണ് ഉണ്ടാക്കുന്നുള്ളൂ. ചെറുതീയിലിട്ട് തന്നെ വേണം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് ഫ്രൈ ചെയ്തു. അതിനുശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പച്ച ചെമ്മീനാണല്ലോ നമ്മൾ ഇട്ടത്, അപ്പോൾ ഈ ചെമ്മീൻ വെന്ത് കിട്ടുകയും വേണം, ഇത് കരിഞ്ഞു പോകാനും പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെറു തീയിലിട്ട് തന്നെ ഇത് മൊരിച്ചെടുക്കുന്നത്. വീണ്ടും 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് മറുവശം നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. കണ്ടോ, ഇത് നന്നായി മൊരിഞ്ഞ് ഇങ്ങനെ കൊമ്പള പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് പാനിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാം. എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഊറ്റി വെച്ചിട്ട് പാൻ ചരിച്ച് വെച്ച് എണ്ണ കുറച്ച് നേരം ഒന്ന് ഊറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്നൊന്നായിട്ട് പെറുക്കി മാറ്റാം. ഇനി ഒന്നൊന്നായിട്ട് നമുക്ക് പെറുക്കി മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് നമ്മളിത് ഓരോന്ന് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ആ കൂടുതലായിട്ട് വരുന്ന എണ്ണ അതിലേക്ക് അബ്സോർവ് ചെയ്ത് പിടിച്ചോളും. കണ്ടോ, ഇതുപോലെ എല്ലാം എടുത്ത് മാറ്റാം.
വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുരുമുളകിൻ്റെ അളവും പച്ചമുളകിൻ്റെ അളവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാം. എരിവ് കൂടുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ. വലിയ ആളുകൾക്ക് പിന്നെ എരിവ് ഇഷ്ടമുള്ളത് എങ്ങനെയാണ്, ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണ് എരിവെങ്കിൽ കുറച്ച് കുരുമുളക് അധികം ഇടാം, ഇല്ലെങ്കിൽ കുരുമുളകിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ അല്ലേ? എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയായ ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് അഭിപ്രായങ്ങൾ പറയണം. കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു നല്ല വിഭവമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്.